ഈ MLA-യും കൗൺസിലറും തമ്മിലുള്ള കെട്ടിട വിവാദത്തിൽ വട്ടിയൂർക്കാവിലെ ജനങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് നോക്കാം. പൊതുജനം സ്പീക്ക്. ഇവിടെ ഓഫീസ് ഇവിടെയാണോ പ്രവർത്തിക്കേണ്ടത്, അത് MLA ഓഫീസിലാണോ പ്രവർത്തിക്കുന്നത്? അതിപ്പോ നമുക്ക് ഈ നിയമങ്ങൾ അറിയില്ലല്ലോ. നിയമത്തിന്റെ രീതിയിൽ ചെയ്യണം. നിയമം എന്താ അനുശാസിക്കുന്നത് അത് ചെയ്യുക. തീർച്ചയായും അദ്ദേഹയുടെ പ്രവർത്തനത്തിന് ഒരു തെറ്റുമില്ല. കാരണം ഇവിടെയുള്ള ജനങ്ങൾക്കായാലും ദൂരെയുള്ള ജനങ്ങൾക്കായാലും അത് ഒരു അക്സസിബിൾ ആയിട്ടുള്ള ഒരു ഓഫീസ് തന്നെയാണ്. അത് 24 മണിക്കൂർ ആ ഓഫീസ് പ്രവർത്തിക്കുന്ന ഒരു ഓഫീസ് തന്നെയാണ്. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് MLA ഓഫീസിൽ പോകുന്നതിനേക്കാളും ഹോസ്റ്റലിൽ പോകുന്നതിനേക്കാളും ഇവിടെയാണ് പെട്ടെന്ന് പോകാനുള്ള ഒരു സൗകര്യം. നമ്മളെ പോലുള്ളവർ കാണാൻ വയ്യ, അവര് മൈൻഡ് ചെയ്യില്ല. അവര് കാശുള്ളവർ വശത്ത് നിൽക്കും. ഒരു പാർട്ടി ഇപ്പം കണ്ടില്ലേ, മൊത്തത്തിൽ അരിച്ചു വാരി BJP കൊണ്ടുപോയി. അത് മറ്റേ പാർട്ടി എന്ത് ചെയ്യാൻ പറ്റും അവർക്ക്? കമ്മ്യൂണിസ്റ്റ് പൊതുജനത്തിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്ന കുഴപ്പമില്ല. പുള്ളി 10 കൊല്ലം കൊണ്ട് അവിടെ ഇരിക്കുകയല്ലേ, പിന്നെ അത് നല്ല കാര്യമല്ലേ. ഞങ്ങൾക്ക് അടുത്തായതിന് ഞങ്ങൾക്ക് സൗകര്യമുണ്ട് പോയി കാണാൻ. ഞാൻ അതിന്റെ അടുത്ത താമസം. അത് ഞങ്ങൾക്ക് ഇഷ്ടമാണ് പുള്ളി അവിടെ ഇരിക്കുന്നതിൽ. രണ്ടുപേരും ഇരുന്നോട്ടെ, രണ്ടുപേരും നമുക്ക് ആവശ്യക്കാരല്ലേ. ഇതെല്ലാം ചെറിയ ചെറിയ ഈഗോകളല്ലേ, എല്ലാവരുടെ വിഷയമൊന്നുമില്ല. ജനാധിപത്യ ഇതല്ലേ. അപ്പൊ രണ്ടുപേരെയും ജനങ്ങൾ തെരഞ്ഞെടുത്തതല്ലേ. അപ്പൊ രണ്ടുപേർക്കും അവകാശമുണ്ട്. അപ്പൊ MLA നേരത്തെ ഇരുന്ന ആളല്ലേ. MLAക്ക് MLA ആയിട്ടുള്ള ഒരു ഇതില്ലേ, ഇവരെക്കാരും പവർ കൂടുതൽ MLAക്കല്ലേ. അത് ശരിയും തെറ്റും അവര് തന്നെ മനസ്സിലാക്കി തന്നെ തിരുത്തുന്നതാണ് നല്ലത്. അതിൽ ജനങ്ങളുടെ ഇടയിൽ വലിച്ചെറിയേണ്ട ആവശ്യമില്ല. അവര് തങ്ങളിലങ്ങ് തീർക്കുക, അതോടങ്ങ് സ്റ്റോപ്പ് ചെയ്യുക. ഇന്നലെ തന്നെ അതിന് മറുപടി ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ശ്രീലേഖ IPS കാട്ടി അതിനു മുമ്പ് 2 കൗൺസിലർമാർ ഇവിടെ ഉണ്ടായിരുന്നു. അവർക്ക് ആക്കുമില്ലാത്ത ഒരു മുഖം ഇവർക്ക് എന്തോന്നുണ്ടായത്. അവർ ഒന്നാമത് രാഷ്ട്രീയം അവർക്കറിയില്ല. അതിന്റെ കൂടെ അവർ വന്നതിന്റെ പിറ്റേ ദിവസം തന്നെ ഈ പ്രശ്നം ഉണ്ടാക്കിയെങ്കിൽ അപ്പം പിന്നെ ഈ 5 വർഷം ജനങ്ങൾ എങ്ങനെ സഹിക്കും? ജീവിക്കുന്ന മുമ്പേ കാലം നീട്ടി കളഞ്ഞു.